പെരുമ്പാവൂർ മേക്കപ്പാലയിൽ കാട്ടാനക്കുട്ടി കിണറിൽ വീണു. സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ ഉപയോഗശൂന്യമായ കിണറിലാണ് കുട്ടിയാന വീണത്. വനപാലകരും നാട്ടുകാരും ചേർന്ന് വലിയ ആനകളെ തുരത്തിയ ശേഷം കുട്ടിയാനയെ കരകയറ്റി വിട്ടു. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, എന്താണ് സംഭവം? ഇത്തരത്തിൽ കുട്ടിയാന എങ്ങനെയാണ് കിണറ്റിൽ വീണത്? ആതിര, ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. പെരുമ്പാവൂർ മേക്കപ്പാലയിൽ ആനക്കൂട്ടം ഈ പ്രദേശത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഇതിനിടയിലാണ് കുട്ടിയാന ഇവിടെയുള്ള ഉപയോഗശൂന്യമായ ഒരു കിണറ്റിലേക്ക് വീണത്. പിന്നീട് സംഭവം നാട്ടുകാർ അറിയുന്നത് കൂടെ ഉണ്ടായിരുന്ന വലിയ ആനകൾ ചിഹ്നം വിളിച്ച് ബഹളമുണ്ടാക്കിയപ്പോഴാണ്. തുടർന്ന് ഇത് കണ്ട് കാട്ടാനക്കൂട്ടത്തെ കണ്ട് നാട്ടുകാർ വനപാലകർ വിവരം അറിയിക്കുകയും ഒടുവിൽ വനപാലകരും നാട്ടുകാരും ചേർന്ന് ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്തിയ ശേഷം കിണറിന്റെ സൈഡ് ഇടിച്ച് ഈ കുട്ടിയാനയെ കരകയറ്റി വിടുകയായിരുന്നു. ഇതിനിടെ പ്രകോപിതരായ ആനക്കൂട്ടം മരക്കൊമ്പ് കുലുക്കുകയും വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു നാട്ടുകാരനായ ഒരാളുടെ ബൈക്ക് ആന തകർത്തിട്ടുണ്ട്. അതിനുശേഷം വനംവകുപ്പിന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തു. വനംവകുപ്പിന്റെ ജീപ്പ് തള്ളി മറിച്ചിടാനുള്ള ശ്രമവും ആനയുടെ ഭാഗത്തു നിന്നുണ്ടായി. പിന്നീട് ആനയെ ബഹളമുണ്ടാക്കി ഓടിച്ച ശേഷമാണ് കുട്ടിയാനയെ കരകയറ്റി വിട്ടത്. ആതിര, കുട്ടിയാനയ്ക്ക് വലിയ പരിക്കുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ തിയോഫിൻ? തീർച്ചയായും വലിയ ആഴമുള്ള കിണറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയാനയ്ക്ക് പരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഈ കിണറിന്റെ ഒരു വശം നാട്ടുകാർ ചേർന്ന് ആയുധങ്ങൾ ഉപയോഗിച്ച് ഇടിച്ച് ആനയെ കരകയറ്റി വിടുകയായിരുന്നു. ചെറിയ ബഹളം ഉണ്ടാക്കിയെങ്കിൽ കൂടി കയറി പോകാനുള്ള ഒരു സൗകര്യം കിട്ടിയതോടുകൂടി ആന വളരെ പെട്ടെന്ന് തന്നെ കരകയറി പോവുകയും ചെയ്തു. അതിര, ശരി, വ്യക്തമാണ്. തിയോഫിനാണ് വിവരങ്ങൾ നൽകിയത്.